എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ടിട്ട് സംസ്കൃതിൻ്റെ ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേരള സിലബസിലെ സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഈ ക്ലാസ്സുകൾ ഉപയോഗപ്രദമാവുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റേഴ്സാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഏകകമാണ്, നോക്കിക്കോളൂ. പ്രഥമഃ ഏകകം സൗരഭ്യം. ആദ്യത്തെ ഏകകത്തിൻ്റെ പേരെന്താണ്? സൗരഭ്യം എന്നാണ്. കുറേശ്ശെയാണ് എടുത്തു പോകുന്നത്. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ പ്രഥമഃ ഏകകം സൗരഭ്യം. ആദ്യത്തെ ഏകകത്തിൻ്റെ പേര് സൗരഭ്യമാണ്. അത് നോട്ട് ചെയ്ത് വെച്ച് പോവുക കേട്ടോ. ചിലപ്പോൾ ഏകകത്തിൻ്റെ ഇത്രാമത്തെ ഏകകത്തിൻ്റെ പേരെന്താണ് എന്നൊക്കെ ചോദ്യം വരാം. അപ്പോൾ പ്രഥമഃ ഏകകം സൗരഭ്യം. ആമുഖം നോക്കൂ. ദശമകക്ഷ്യ പാഠ്യപുസ്തകസ്യ 10ാം തരത്തിലെ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൻ്റെ പ്രഥമം ഏകകം ഭവതി സൗരഭ്യം. ആദ്യത്തെ ഏകകമാകുന്നു സൗരഭ്യം. അപ്പം ആദ്യത്തെ ഏകകത്തിൻ്റെ പേരെന്താണ്? സൗരഭ്യം. നവമകക്ഷ്യായാം 9ാം ക്ലാസ്സിൽ പല്ലവം, പലാശം, കുട്മലം, പ്രസൂനം ഇതി ഭവന്തി ഏകകാനാം നാമാനി. അപ്പോൾ 9ാം ക്ലാസ്സിൽ പല്ലവം, പലാശം, കുട്മലം, പ്രസൂനം എന്നിങ്ങനെയാകുന്നു ഏകകങ്ങളുടെ പേരുകൾ. അത്രാത്തു ഇവിടെയാകട്ടെ. പ്രസൂനസ്യ സൗരഭ്യാദയഃ പൂവിൻ്റെ സുഗന്ധം മുതലായ ഗുണാഹ ഗുണങ്ങൾ ഏകകനാമത്വേന പരികൽപ്യന്തെ ഏകകത്തിൻ്റെ പേരായി പരികൽപ്യന്തെ കൽപ്പിച്ചിരിക്കുന്നു. അസ്യാം എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്യാം ഈ വസുധായാം ഭൂമിയിൽ ജീവസന്ധാരണായ ജീവൻ നിലനിർത്തുന്നതിന് സർവേഷാം എല്ലാ പ്രാണീനാം ജീവജാലങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങൾക്കും അധികാരോ അസ്തി അവകാശം ഉണ്ട്. തദർത്ഥം അതിനു വേണ്ടി ജലവും പ്രാണവായുവും വായുവും അത്യന്താപേക്ഷിതമാണ്, വളരെയധികം പ്രാധാന്യമാണ്. തരുലതാദീനാം എന്താണ്? തരുലതാദീനാം വൃക്ഷലതാദികൾ സംവർദ്ധനേന നട്ടുവളർത്തുന്നതുകൊണ്ട് പ്രാണവായോഹോ ജീവവായു ലാഭഃ നിർഗലഃ സ്യാത് സദാ ലഭിക്കും, എപ്പോഴും ലഭിക്കും. വൃക്ഷലതാദികൾ നട്ടുവളർത്തുന്നത് കൊണ്ട് നമുക്ക് ഇടതടവില്ലാതെ അല്ലെങ്കിൽ എപ്പോഴും ലഭിക്കും. പേയജലസ്യ എന്താണ്? പേയജലസ്യ കുടിവെള്ളത്തിന് ലാഭായ വൃഷ്ടിജലം അപേക്ഷതേ മഴവെള്ളത്തെ ആശ്രയിക്കുന്നു. പേയജലസ്യ കുടിവെള്ളത്തിന് നമ്മൾ മഴവെള്ളത്തിനെ ആശ്രയിക്കുന്നു.
വൃഷ്ടേരഭാവേ, വൃഷ്ടിരഭാവേ മഴയില്ലാത്തപ്പോൾ, നദീതടാകാദിഭ്യഃ നദിയിൽ നിന്നും തടാകങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ കുല്യാധ്വാര തോടുകൾ വഴി, ജലമാനീയ ജലം കൊണ്ടുവന്നു. പാനാർത്ഥം, പാനാർത്ഥം കുടിക്കാനായിക്കൊണ്ടും, കൃഷേരാവശ്യകാർത്ഥം കൃഷിയുടെ ആവശ്യത്തിനായിക്കൊണ്ടും, ച ഉപയുക്തം ശക്യതും ഉപയോക്തും ശക്യതേ ഉപയോഗിക്കുവാനായി കഴിയും. ഏവം അസ്മാകമേവ ഇപ്രകാരം, അസ്മാകമേവ നമ്മുടെ കർമ്മകുശലതയാ കർമ്മകുശലത കൊണ്ട്, വസുന്ധരാം ഇവ ഈ ഭൂമിയെ, വസുന്ധരാം ഇമാം ഈ ഭൂമിയെ, സസ്യശ്യാമല കോമളം സസ്യശ്യാമല കോമളയാക്കുന്നതിന്, കർത്തും ശക്യതേ കഴിയുന്നു. അസ്മിൻ ഏകകേ ഈ ഏകകത്തിൽ, ത്രയഃ പാഠാഃ സന്തി 3 പാഠങ്ങൾ ഉണ്ട്. 3 പാഠത്തിൻ്റെ പേരുകൾ പഠിച്ചു വയ്ക്കുക. വനരാജി സമ്പദഃ ഇതി കവിത, വനരാജി സമ്പദഃ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ക്ഷിതിരാദ്ര ഭവേത് സദാ ഇതി കഥ, ക്ഷിതിരാദ്ര ഭവേത് സദാ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. കേരള രാമഃ, കേരള ആരാമഃ എന്നാട്ടോ, കേരളാരാമഃ, കേരള ആരാമഃ ഇത് ഉപന്യാസച്ച ഒരു കേരള ആരാമം എന്ന് പറയുന്ന ഒരു ഉപന്യാസവും ഉണ്ട്. ഏതേ പാഠാഃ ഈ പാഠങ്ങൾ, കുസുമസ്യ പൂവിൻ്റെ, സൗരഭ്യവത് സുഗന്ധം പോലെ, ഏകക നാമ ഏകകത്തിൻ്റെ പേര്, സാർത്ഥകം കുറുവന്തി അർത്ഥവത്ത് ആകുന്നു. ഇനി ഇതിൻ്റെ അർത്ഥങ്ങളൊന്നും നമുക്ക് നോക്കാം. പദത്തിൻ്റെ അർത്ഥങ്ങൾ: സൗരഭ്യം സുഗന്ധം, വസുധ ഭൂമി, ജീവസന്ധാരണായ ജീവൻ നിലനിർത്തുന്നതിനായിക്കൊണ്ട്, പ്രാണീനാം ജീവികളുടെ, അധികാരഃ അവകാശം, പ്രാണവായു ജീവവായു, അത്യന്താപേക്ഷിതം ഒഴിച്ചുകൂടാനാവാത്തത്, തരുലതാദീനം വൃക്ഷം വള്ളി മുതലായവ, സംവർദ്ധനേന നട്ടുവളർത്തുന്നതുകൊണ്ട് അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുന്നത് കൊണ്ട്, നിർഗലഃ ഇടതടവില്ലാതെ അല്ലെങ്കിൽ എന്താണ് യാതൊരു തടസ്സവുമില്ലാതെ, പേയജലസ്യ കുടിവെള്ളത്തിൻ്റെ, വൃഷ്ടിജലം മഴവെള്ളം, അപേക്ഷതേ ആശ്രയിക്കുന്നു, വൃഷ്ടേരഭാവേ മഴയുടെ അഭാവത്തിൽ, കുല്യ തോട്, ദ്വാര വഴി, കുല്യാദ്വാര തോടുകൾ വഴി, ആനീയ കൊണ്ടുവന്നിട്ട്, പാനാർത്ഥം കുടിക്കുന്നതിനായിക്കൊണ്ട്, കൃഷേരാവശ്യകാർത്ഥം കൃഷിയുടെ ആവശ്യത്തിനായിക്കൊണ്ട്, ഉപയോക്തും ഉപയോഗിക്കുന്നതിനായി, കർമ്മകുശലത പ്രവൃത്തിയിലുള്ള സാമർഥ്യം, സാർത്ഥകം അർത്ഥവത്തായിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് യോജിക്കുന്നത്. അപ്പം ഇത്രയും ഇന്ന് എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് നന്നായി പഠിക്കുക. അപ്പോൾ ജനുവരി 2-ാം തീയതി തൊട്ട് ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.